മാരാരിക്കുളം ഋഷിറാം ചിട്ടി സ്ഥാപനത്തിൽ നിക്ഷേപകരുടെ ഉപരോധം. ചിട്ടി കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ നൽകാത്തതിനാലാണ് പ്രതിഷേധം. ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടന്നതെന്ന് നിക്ഷേപകർ. ഋഷിറാം ഹോസ്പിറ്റലിനെതിരെയും ആരോപണം ഉയരുന്നുണ്ട്. ഒരു 10-200 പേർക്ക് മേളിൽ ഇപ്പോൾ പൈസ കൊടുക്കാനുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് ഇവിടുന്ന് ഒരു മനുഷ്യനും പൈസ കൊടുക്കുന്നില്ല. ഇഷ്ടംപോലെ പേർക്ക് പൈസ കൊടുക്കാനുണ്ട്. അവർ പൈസ ചോദിക്കുമ്പോൾ പറയുന്ന കൊണ്ട് കേസ് കൊടുക്കും, മേടിക്കാമെങ്കിൽ മേടിച്ചോ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും മാറി മാറി കയറി ഇറങ്ങിക്കൊണ്ട് കിടക്കുക. ഒരു ഓഫീസും രാവിലെ ഒന്ന് തുറന്ന് ഇത് തിരിച്ചടച്ചേച്ച് പോകുക, അല്ലാതെ ഓഫീസൊന്നും പ്രവർത്തിക്കുന്നില്ല. കാശ് കൊടുക്കാതെ ഇവർ കറങ്ങിയടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും പൈസ ഇറക്കുന്ന കസ്റ്റമറുണ്ട് ഇവിടെ. മാരാരിക്കുളം ഋഷിറാം ചിറ്റ്സ് എന്ന സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയവർ പറ്റിക്കപ്പെട്ടതായി പരാതി. ആലപ്പുഴ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി ഋഷിറാം ചിറ്റ്സിൽ 1000-ലധികം നിക്ഷേപകരാണുള്ളത്. ചിട്ടി തീർന്ന് 1 വർഷമായിട്ടും പണം തിരികെ നൽകാതെ കബളിപ്പിക്കുകയാണെന്ന് ചിട്ടി ഉടമകൾ പറഞ്ഞു. നിലവിൽ 70ഓളം കേസുകൾ പല സ്റ്റേഷനിലായുണ്ട്. ഇവിടെ നിന്നും നീതി ലഭിക്കാതെ വന്നപ്പോഴാണ് നിക്ഷേപം നടത്തിയവർ ഓഫീസ് ഉപരോധിച്ചത്. ഒരിക്കൽ പോലും ഒരാളുടെ ഡോക്യുമെന്റും ഇവർ തിരിച്ചു കൊടുക്കത്തില്ല. ചോദിച്ചു കഴിയുമ്പോൾ അവർ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കുന്നുണ്ട്. ചെക്ക് ലീഫ്, പിന്നെ കരാടച്ച രസീത്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. എൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ചെക്ക് കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ 2 പരാതി കൊടുത്തു. ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. 37 പരാതി മാരാരിക്കുളം സ്റ്റേഷനിലുണ്ട്. ഇന്നലെ 9 കേസ് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. എല്ലാ കേസും ഇവർ ഒരു കേസും ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആരുടെയും പേരിൽ ഇവർ FIR ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവർ അന്വേഷിക്കാത്തത്? ഇവർ പറയുമ്പോൾ DYSPയുടെ പേരും CAയുടെ പേരും ഒക്കെയാണ് ഇവർ പറയുന്നത്. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആരുടെ കൂടെയാണ് ജനങ്ങളുടെ കൂടെ നിൽക്കണ്ടേ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ? ഇങ്ങനത്തെ തോന്നിയ ദിവസം കാണിക്കണെന്താ? ഈ ഗ്രൂപ്പ് നടത്തിവരുന്ന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ നിലവിലുണ്ട്. ഹോസ്പിറ്റൽ യാതൊരുവിധ രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും പരാതിക്കാർ പറഞ്ഞു. ചെയർമാൻ S. രാജേഷ്, വൈസ് ചെയർമാൻ സൈനു സിംസൺ, കൺവീനർ ശിവദാസൻ, ജോയിന്റ് കൺവീനർ ഷിതമോൾ എന്നിവരടങ്ങുന്ന 13-അംഗ ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു. വരും ദിവസങ്ങളിൽ ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സമയത്ത് എല്ലാവരോടും അന്വേഷിച്ചപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവർ നേരിട്ട് വന്നാൽ നമ്മളതിനകത്ത് ചേർപ്പിച്ചതുമൊക്കെ. പക്ഷെ പിന്നീട് ഇതിങ്ങനെ പൊട്ടിയെന്നറിഞ്ഞപ്പോഴത്തേക്ക് നിൽക്കുന്ന അശ്വതിയോട് ഞങ്ങൾ പിരിവിന് വന്നപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ കാശ് ഇന്ന് തരണമെങ്കിൽ ഇന്ന് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡെയിലി കളക്ഷൻ മാസത്തിലാക്കി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാസത്തിൽ അടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ അതിൻ്റെ ഇത് കൊടുത്താൽ മതി, അടുത്ത മാസം നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. പിറ്റേ മാസം മുതൽ ഞങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത്രയും ഈ ചെക്കുകളും കൊടുക്കുന്നുണ്ട്, അതെല്ലാം ചെക്ക് ബൗൺസായി പോവുകയാണ്. ഒരു ബാങ്കിൽ കൊണ്ടുവന്നാലും അതിനകത്ത് പൈസയില്ല. ഞങ്ങളും വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകളാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ നിൽക്കുന്ന ഇത്രയും പേർക്കും തന്നെ കിട്ടാനുള്ളത് തന്നെയാണ്. ഇനി ഒരുപാട് പേര് വരാനുണ്ട്. കാരണം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒത്തിരി പേര് ഇനി ആഡ് ചെയ്യാനുണ്ട്. 2 ലക്ഷം ഉണ്ട്, 5,92,000 രൂപ കൊടുക്കാനുള്ളതുണ്ട്. മരിയ ഹോട്ടലിലെ 7 സ്റ്റാഫിന് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് ഇവൾ കോടികളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. കോടികളുടെ 1-2 രൂപയല്ല. ഈ നിൽക്കുന്ന ഇത്രയും ആൾക്കാരും കൂലിപ്പണിക്കാരായിട്ടുള്ള ജനങ്ങളാണ്.